ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈഡം ലേണിംഗ്. പ്രിറ്റമിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ടിഷ്യൂസ് ചാപ്റ്ററിലൊക്കെ വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കിയാലോ. റെഡി ആണോ എങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ദ വേർഡ് സെൽ ഇസ് derived from the Latin word cellula, which means a little room. Can you name the scientist who coined the term cell എന്നാണ്. ആരാണ് ഈ സെൽ എന്ന് പറഞ്ഞിട്ടുള്ള നെയിം കോയിൻ ചെയ്തതെന്നാണ്. റോബർട്ട് ഹുക്ക്, ആന്റോൺ വാൻ ലുവൻഹുക്ക് ഉണ്ട്, റോബർട്ട് ബ്രൗൺ ഉണ്ട്, ഏണസ്റ്റ് ഹെക്കൽ ഉണ്ട്. ഇതിൽ ആരാണ് സെൽ എന്നുള്ള പേര് വിളിച്ചത്? നമ്മുടെ റോബർട്ട് ഹുക്ക് ആണ് അല്ലേ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കുക, റോബർട്ട് ഹുക്ക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാക്യൂൾ ഈസ് എ സ്പേസ് ഓർ ക്യാവിറ്റി വിത്തിൻ ദ സൈറ്റോപ്ലാസം ഓഫ് എ സെൽ എൻക്ലോസ്ഡ് ബൈ എ മെംബ്രെയിൻ ആൻഡ് typically containing fluid. They are kind of storage sac are very large sized in the plant cell as compared to that in the animal cell. Which among the following is not a function of vacuole? വാക്യൂളിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോ ഹെൽപ്പ് ടു സ്റ്റോർ ടോക്സിക് മെറ്റബോളിക് ബൈ പ്രോഡക്റ്റ്, പ്രൊവൈഡ് ടർജിഡിറ്റി റിജിഡിറ്റി, മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് പ്രഷർ, ഹെൽപ്പ് ദ പ്ലാന്റ് ഇൻ ഇറ്റ്സ് ഗ്രോത്ത് ബൈ പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ. ഇതിൽ ഏതാ അല്ലാത്തതെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് വാക്യൂൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി ന്യൂക്ലിയസ് റെഗുലേറ്റ് സെൽ ആക്ടിവിറ്റി, സർവസ് ദ സൈറ്റ് ഓഫ് DNA, പ്രോട്ടീൻ സിന്തസിസ്. ഗിവൺ എ ഫിഗർ ഓഫ് ന്യൂക്ലിയസ് ലേബിൾഡ് ABC and D, ഐഡന്റിഫൈ ദ കമ്പോണൻസ് കറക്റ്റ്ലി. അപ്പം ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ നിങ്ങളോട് തന്നു. അപ്പം നോക്കിക്കോ, മിസ് ഇവിടെ വരയ്ക്കുന്ന ശ്രദ്ധിക്കണേ. ഈ ഡയഗ്രം നിങ്ങൾ നോക്കുക. ഇതിപ്പം നമ്മുടെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ തരത്തിലുള്ള ത്രെഡ് ലൈക്ക് പ്രൊവിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഓരോ ഭാഗങ്ങൾ A, B, C, D. അപ്പോൾ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ട് ABCD ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ നോക്കുക, ഈ A എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഒരു സെൻട്രൽ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ പറയുന്നത് ന്യൂക്ലിയോലസ് എന്നാണ്. B എന്ന് പറയുന്ന ത്രെഡ് ലൈക്ക് പാർട്ടാണ്. സോ ദാറ്റ് ഇസ് ക്രൊമാറ്റിൻ. C എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ. അതാണ് എന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. D ആണ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഫ്ലൂയിഡ് പാർട്ട്, ദാറ്റ് ഇസ് ന്യൂക്ലിയോപ്ലാസം. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ പ്ലാന്റ് സെൽ? ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഫോട്ടോ സിന്തസിസ് ആണ്. അൺറൈപ്പ് ഫ്രൂട്ട്സ് ആർ ഗ്രീൻ ബട്ട് ദേ ഡെവലപ്പ് വൈബ്രന്റ് കളേഴ്സ് വെൻ റൈപ്പ്. അല്ലെ, പച്ച മാങ്ങയിൽ നിന്ന് പഴുത്ത മാങ്ങയാവുന്ന പച്ച കളർ മാറി മഞ്ഞ കളർ ആകുമ്പോൾ അവിടെ എന്ത് ചേഞ്ചസ് ആ വരുന്നതെന്നാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്തായിട്ട് മാറുന്നു? ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു. ആ ചേഞ്ചിലാണ് കളർ ഫോം ചെയ്യുന്നത്. സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം ഓഫ് ബാക്ടീരിയൽ സെൽ. കണ്ടോ, ബാക്ടീരിയയുടെ സെല്ല് തന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇവിടെ നോക്കിക്കേ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയയുടെ സെൽ വോളാണ്. രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോയിഡ് ആണ്. ആൻഡ് 3 എന്ന് പറയുന്നതോ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഇതിലേത് ഓപ്ഷനാ വരിക? സെൽ വോള്, ന്യൂക്ലിയോയിഡ്, പ്ലാസ്മ മെംബ്രെയിൻ. ഓഫ് കോഴ്സ് നമ്മുടെ B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. ന്യൂക്ലിയസ് വന്നിട്ടുണ്ട്. ന്യൂക്ലിയസിൽ എക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോലസ് ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? ക്രൊമാറ്റിൻ ആണ് അല്ലേ. സോ എക്സ് ന്യൂക്ലിയോലസ്, വൈ ക്രൊമാറ്റിൻ. എക്സ് ന്യൂക്ലിയോലസ്, വൈ ക്രൊമാറ്റിൻ ആണ്. സോ ഓപ്ഷൻ ഏതാ വരും? ഓപ്ഷൻ ഡി ആണ്. എക്സ് ന്യൂക്ലിയോലസ് ആൻഡ് വൈ ക്രൊമാറ്റിൻ ആണ്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. മൈറ്റോകോൺട്രിയയുടെ ഡയഗ്രാം തന്നിട്ടുള്ളത്. എക്സിന്റെ വൈൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മൈറ്റോകോൺട്രിയയിലെ എക്സ് വൈൻ്റെ ഫംഗ്ഷൻ ആണ്. സർഫസ് ഏരിയ ഓഫ് ATP സിന്തസിസ് ആണോ, അതോ എക്സ് ആണോ, വൈ ആണോ, ഏതാണ് ഇതിൻ്റെ കറക്റ്റ് റോള് ഫംഗ്ഷൻ എന്ന് എഴുതാം. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിയസ് ഇൻ എ സെൽ എന്നാണ്. എന്താണ്? കൺട്രോൾ ഓഫ് സെൽ ആക്ടിവിറ്റി ആൻഡ് സ്റ്റോറേജ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യാവുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. വിച്ച് സ്ട്രക്ചർ അറ്റ് ദ മൂവ്മെന്റ് ഓഫ് ക്രോമസോം ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിൽ ക്രോമസോമിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ സെൻട്രോസോം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ?
ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂ അല്ല, ഒരു ആനിമൽ ടിഷ്യൂ ആണ്. ടിഷ്യൂ റെസ്പോൺസിബിൾ ഫോർ എ മൂവ്മെന്റ് ഓഫ് ബോഡി ആൻഡ് ഇറ്റ്സ് പാർട്ട്. നമ്മുടെ ബോഡിയിലെ പല ഭാഗങ്ങളും മൂവ് ചെയ്യണമെങ്കിൽ ആരാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? നമ്മളെ മസ്കുലാർ മൂവ്മെന്റ് ആണ്. അപ്പൊ ബോഡി മൂവ്മെന്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? മസ്കുലാർ ടിഷ്യൂസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രധാനപ്പെട്ട റോള് ലാർജ് വാക്യൂൾ, ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്, റാപ്പിഡ് സെൽ ഡിവിഷൻ നടക്കുന്നു, ഹൈ സ്പെഷ്യലൈസ്ഡ് സെൽ. അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ ഫീച്ചർ ചോദിച്ചത് അപ്പോൾ ഏതാണ്? റാപ്പിഡ് സെൽ ഡിവിഷൻ തന്നെയാണ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്നാണ്? നമ്മൾ എപ്പിത്തീലിയൽ പഠിക്കുന്നുണ്ട്, കണക്റ്റീവ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്കെലിറ്റൽ, മസ്കുലർ, കുറേ നെർവസ് ടിഷ്യൂ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് ഏതാണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂവിന്റെ എക്സാമ്പിൾ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. The tissue responsible for providing insulation and storing energy in animal. അല്ലേ? ടിഷ്യൂ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ഇൻസുലേഷൻ ആൻഡ് സ്റ്റോറിങ് എനർജി. പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, കൂടാതെ എനർജി സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അഡിപ്പോസ് ടിഷ്യൂ ആണ്. സ്കിന്നിന്റെ അടിയിൽ കാണുന്ന അഡിപ്പോസ് ടിഷ്യൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? Compost of cell incapable of cell division? No. Single type of cell, compost of cell are able to perform cell division. അല്ലേ? സെൽ ഡിവിഷന് capable ആയിട്ടുള്ളവരാണ് ആര്? നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. താഴെ തന്നിട്ടുള്ള മറ്റൊരു കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ലിഗമെന്റ്, ടെൻഡൻ, ബ്ലഡ്, ഓൾ ഓഫ് ദി എബോവ്, നൺ ഓഫ് ദി എബോവ്. ലിഗമെന്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, നമ്മുടെ ബോണിനെയും കണക്ട് ചെയ്യുന്നതാണ്. ടെൻഡൻ എന്ന് പറയുന്നത് ബോൺ ടു മസിൽ ആണ്. അപ്പൊ ലിഗമെന്റ് ബോൺ ടു ബോൺ കണക്ഷൻ ആണ്, ടെൻഡൻ ബോൺ ടു മസിൽ കണക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് തന്നെയാണ്. ഡാഷ് ഓർ സിമെന്റഡ് ടു വൺ another ഫോമിങ് ഇറഗുലർ ലെയർ ഫോം ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദി സ്കിൻ. ആനിമൽ ബോഡിയിൽ സ്കിന്നിൽ കാണുന്ന ടിഷ്യൂ, അതായത് ഒരു ലെയർ ആയിട്ട് കിടക്കുന്ന ഏതാണ്? നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ദാറ്റ് ഈസ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. റാപ്പിഡ് ഇലോങ്ങേഷൻ ഓഫ് ബാംബൂ സ്റ്റെം ഇസ് ഡ്യൂ ടു ഇന്റർ കാലറി മെരിസ്റ്റം വഴിയാണ് ബാംബൂ സ്റ്റെമ്മിന് ലെങ്ത് കൂടുന്നത്. ദെൻ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആർ വിസിബിൾ. നമുക്ക് ഏത് ടിഷ്യൂവിലാണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ് കാണാൻ പറ്റുന്നത്? കാർഡിയാക് മസിലാണോ, സ്മൂത്ത് മസിലാണോ, സ്ട്രയേറ്റഡ് മസിലാണോ, അൺസ്ട്രയേറ്റഡ് മസിലാണോ? സ്ട്രയേറ്റഡ് മസിലാണ് നമുക്ക് ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? സ്ട്രയേഷൻസ് എന്നും പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ദെൻ എനർജി കറൻസി ഓഫ് എ സെൽ. സെല്ലില് എനർജി കറൻസി എന്ന് പറയുന്നത് എന്താണ്? ADP, AMP, ATP, CTP ആണ്. ഏതാണ്? ATP ആണ് അല്ലെ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ATPന്റെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പം ഇത്രയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ച് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും തരാം. സോ കമൻറ്റ് ചെയ്യാനുള്ളത് കമൻറ്റ് ചെയ്യേണ്ട കാര്യം മറക്കണ്ട. ആൻഡ് ഇപ്പോൾ എന്താണ്, വിദ്യാരംഭ ഓഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് പഠിക്കാം. സോ 15% ഓഫർ ലഭിക്കുന്നതാണ്, മറക്കണ്ട. സോ ഓൾ ദി വെരി ബെസ്റ്റ്.